കഴിഞ്ഞ ഏപ്രിൽ 29-നാണ് അതിരമ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായ ജീജയുടെ സ്വർണ്ണ ചെയിൻ നഷ്ടപ്പെട്ടത്. അന്വേഷണം പല സ്ഥലങ്ങളിലേക്കും നീണ്ടു. എന്നാൽ യാതൊരു വിവരവും അന്വേഷണത്തിൽ ലഭിച്ചില്ല. ഫീൽഡ് വർക്കിൻ്റെ ഭാഗമായിട്ട് കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. പിന്നെ ഓഫീസിലൊക്കെ നോക്കി, അവിടെയൊന്നുമില്ല. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇത് ഫോട്ടോ സഹിതം ഞാൻ ഇട്ടായിരുന്നു. എവിടെയും കിട്ടിയില്ല. ഒരു മാസത്തോളം ഞാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ നിന്നു. പിന്നെ കിട്ടാതായപ്പോൾ പിന്നെ ആ പ്രതീക്ഷ ഉപേക്ഷിച്ചു. 3/4 പവന്റെ ചെയിൻ തേടി ജീജ ബാക്കി എല്ലായിടത്തും അന്വേഷണം നടത്തിയപ്പോൾ ഒരു സ്ഥലം മറന്നു. അതിരമ്പുഴ ജംഗ്ഷനിലെ താര ബ്യൂട്ടി പാർലർ. ഏപ്രിൽ 29-ാം തീയതിയാണ് അത് വൈകിട്ട് കടയടച്ച് പോകാൻ നിൽക്കുമ്പോൾ ലീനാടയിൽ ഇവിടെ വെച്ച് കിട്ടുന്നു. അന്നേരം പിന്നെ അത് എടുത്തു വെച്ചു. പാർലറിൽ വന്ന് പോയത് ആരിൽ വാങ്ങിയിൽ അവർക്കും അത് ഓർമ്മയുണ്ടെങ്കിൽ അവർ അന്വേഷിച്ച് വരുമല്ലോ. അപ്പം പക്ഷേ ജീജ വന്നുമില്ല. അന്ന് പിന്നെ ഞങ്ങൾ ഓർത്തുന്ന സ്വർണ്ണമല്ലായിരിക്കും എങ്കിൽ പോലും ഞങ്ങളത് കളഞ്ഞില്ല, എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നു. എന്തായാലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ സ്വർണ്ണ ചെയിൻ 4 മാസത്തിന് ശേഷം കയ്യിലേക്ക് എത്തിയതിൽ ജീജയ്ക്കും സന്തോഷം. ഇവിടെ എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും ഈ ബ്യൂട്ടി പാർലർ മാത്രം ഞാൻ വിട്ടുപോയി. അതാണ് സംഭവം. എന്തായാലും കിട്ടിയതിൽ വളരെ സന്തോഷം. ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരായ ശ്വേതയ്ക്കും ഷീജയ്ക്കും ലീനയ്ക്കും ഓണക്കോടിയും വാങ്ങി നൽകിയാണ് ജീജ മടങ്ങിയത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഷിനോജ് നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പറയും. ഷിനോജെ, ഓണക്കാലത്ത് അങ്ങനെ ഒരു സംഭവം തിരിച്ചു കിട്ടുന്നത് അല്ലേ ഒരു ഓണസമ്മാനമായി ജീജിക്കും കരുതാം. എന്തായാലും നമ്മുടെ ഒരു വലിയ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു കിട്ടുമ്പോൾ അത് കരുതി വെച്ചവരെ നമ്മളും ഒരു കരുതൽ കാണിക്കുള്ളൂ. അതും നല്ലതാണ്. അവർക്കൊരു ഓണക്കോടി അല്ലേ? ആദ്യം തന്നെ ഈ ബ്യൂട്ടി പാർലറിലെ 3 ചേച്ചിമാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. കാരണം അവരുടെ മനസ്സിലെ നന്മയാണ് ഈ വാർത്ത എന്ന് പറയുന്നത്. അവർക്ക് വേണമെങ്കിൽ ഈ സ്വർണ്ണ ചെയിൻ അവരുടെ കയ്യിൽ കിട്ടിയിട്ട് 4 മാസം കഴിഞ്ഞു. അവർക്ക് വേണമെങ്കിൽ 3 പേർക്കും കൂടെ ഭാഗിച്ചെടുക്കാമായിരുന്നു. പക്ഷേ അവർ അതൊന്നും ചെയ്തില്ല. അവർ യഥാർത്ഥ ഉടമയ്ക്ക് വേണ്ടി കാത്തിരുന്നു. കഴിഞ്ഞ ദിവസം അത് കൈമാറുകയും ചെയ്തു. എന്തായാലും ഈ സ്വർണ്ണ ചെയിൻ കിട്ടിയപ്പോൾ ജീജ പലയിടത്തും തിരഞ്ഞെങ്കിലും വളരെ അവിചാരിതമായിട്ടാണ് ഈ ബ്യൂട്ടി പാർലർ തിരയാതെ വിട്ടുപോയത്. കാരണം അവരുടെ ജോലി തന്നെ ഫീൽഡ് ഓഫീസറാണ്. കാരണം അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുന്നയാളാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഈ റോഡ് സൈഡിലൊക്കെ എവിടെയെങ്കിലും വെച്ച് കളങ്ങി പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിയുടെ ഭാഗമായി പോകുന്ന സമയത്ത് കളങ്ങി പോയിട്ടുണ്ടാകാമെന്നാണ് ജീജ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബ്യൂട്ടി പാർലർ അവർ തിരയാതെ വിട്ടുപോകുന്നത്. എന്തായാലും മാസങ്ങൾക്കിപ്പുറം ഈ ബ്യൂട്ടി പാർലറിലെ ജീവനക്കാർക്ക് ഇത് ജീജയുടേതാണെന്ന് ഒരു ഏകദേശ ധാരണയുണ്ടായിരുന്നു. അങ്ങനെയാണ് ജീജയെ കാണുമ്പോൾ ഈ സാധനം കൊടുക്കുന്നത്. എന്തായാലും കൊടുത്തപ്പോൾ ജീജ ആദ്യം പോയത് ഈ സാധനം ഒരിക്കലും കിട്ടില്ലെന്ന് തിരിച്ച് കിട്ടില്ലെന്നൊക്കെ കരുതിയ ആ സ്വർണ്ണ ചെയിൻ തിരിച്ച് കിട്ടിയപ്പോൾ ജീജ ആദ്യം ചെയ്തത് അടുത്ത് കണ്ട കടയിൽ കയറി ഈ 3 പേർക്കും ഓണക്കോടി വാങ്ങി നൽകുകയാണ്. എന്തായാലും ഓണക്കാലത്ത് ഈ 3 പേർക്കും ഒരു സമ്മാനമായി ഇപ്പോൾ ജീജ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അത് കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ജീജയും ഹാപ്പിയാണ്. ഈ ബ്യൂട്ടി പാർലറിലെ 3 ചേച്ചിമാരും ഹാപ്പിയാണ്. അവർക്ക് ഓണക്കോടിയും കിട്ടി. ജീജയ്ക്ക് കിട്ടില്ലെന്ന് കരുതിയ അവരുടെ സ്വർണ്ണ ചെയിനും കിട്ടി. എന്തായാലും ഷിനോജ്, എല്ലോളമില്ല പൊളിവചനം എന്ന് പറയുന്ന മാവേലി നാടിൻ്റെ നന്മ അല്ല അതിങ്ങനെ തുടരുന്നു എന്നത് ഈ ഓണക്കാലത്ത് അതിൻ്റെ ഒരു സന്തോഷമാണ് തീർച്ചയായും ഈ കാഴ്ച.